അപ്പൊ നമ്മുടെ പശ്ചിമ ബംഗാളിൽ ദീദിയെ ചവിട്ടി പുറത്താക്കിയിട്ട് നമ്മുടെ സുവേന്ദു അധികാരി അധികാരമേറ്റായിരുന്നു. അവിടുത്തെ ക്രൈസ്തവരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ BJPക്ക് വോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം ഇവരെ കൊണ്ട് മാത്രമേ ഇവരെ സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്നാ. നമ്മുടെ പൂഞ്ഞാറിലെ മറ്റേ അപ്പിയുടെ മകൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടുകയാണോ അല്ലേ? RSSകാർ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇവമാരൊക്കെ അങ്ങ് തീർന്നു പോയേനെന്നാണ് പൊതുമധ്യത്തിൽ മൈക്ക് കെട്ടിവെച്ച് കോര ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ വേട്ടാവളിയന്മാർ പ്രസംഗിച്ചത്. സ്വന്തം സമുദായത്തെ ഒറ്റുകൊടുത്ത് ജീവിക്കുന്ന പിശാചിന്റെ സന്തതികളാണ് ഇവന്മാരെല്ലാം. ഇപ്പൊ പശ്ചിമ ബംഗാളിൽ നിർമ്മാണത്തിൽ ഇരുന്ന ഒരു ക്രൈസ്തവ ദേവാലയം അങ്ങ് ഇടിച്ചങ്ങ് പൊളിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇതൊന്നും കണ്ടിട്ട് ഈ ലെവന്മാർക്കൊന്നും ഒരു കുലുക്കവും ഇല്ലെന്നേ. എന്തായാലും ആഭാര തൊലിക്കട്ടി തന്നെ മാറേ കേട്ടോ. ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഏതെങ്കിലും ഒരു വൃത്തികെട്ടവന്റെ എന്തെങ്കിലും ഒരു വാർത്ത കണ്ടാൽ ഒട്ടന്നെ കൊണ്ടുവന്നിട്ട് പോസ്റ്റ് ഇടുന്ന ഈ കാസാക്കൂസനും അല്ലെങ്കിൽ ഈ പറയുന്ന കരിമ്പിൻ കണ്ടിയും അല്ലെങ്കിൽ ഈ ക്രൈസ്തവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് നടന്ന് കേന്ദ്രത്തിലോട്ട് പോയിട്ടുള്ള ഒരു മരവാഴയുണ്ടല്ലോ, ഇവരൊന്നും ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ജയ് ശ്രീറാം. സംഘപരിവാർ റോളികൾ നമ്മുടെ രാജ്യത്തിന് അപമാനമാണെന്ന് ചുമ്മാണോ നമ്മൾ പറയുന്നത്? ഇപ്പൊ താജ്മഹലില്ലേ, അത് ക്ഷേത്രമാണെന്നാണ് ഇപ്പൊ ഇവന്മാർ പറഞ്ഞുകൊണ്ട് വരുന്നത്. കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ബാബരി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം പണിതു. ആ രാമക്ഷേത്രം പണിതിട്ട് ആർക്കാണ് ഗുണം? ഇവിടുത്തെ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? കോടിക്കണക്കിന് രൂപയാണ് ഈ സംഘപരിവാറിന്റെ വേട്ടാവളിയന്മാർ അവിടുന്ന് കട്ടുകൊണ്ട് പോയിരിക്കുന്നത്. ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ കുട്ടന്മാരൊക്കെ ഉറക്കത്തിലാണോ ഉറക്കം നടിക്കുകയാണെന്ന് അറിയത്തില്ല. ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനം ഇവറ്റകൾക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സമൂഹത്തെ നിങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്, ഇതുപോലുള്ള ഊളകൾ നിങ്ങളുടെയൊക്കെ അടുത്ത് വന്നിട്ടുള്ളൂ, ഇവനെയൊന്നും 7 ഇല തടിപ്പിക്കരുത്. അടിച്ച് നിങ്ങളൊക്കെ പായിക്കണം ഇവനെയൊക്കെ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. നിരവധി ന്യൂനപക്ഷങ്ങളുടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളും അവരുടെ വീടുകളൊക്കെ യോഗി ആദിത്യനാഥ് ബുൾഡോസർ വെച്ച് ഇടിച്ചു പൊളിച്ചതുപോലെയാണ് ഇപ്പം പശ്ചിമ ബംഗാളിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ ഈ പറയുന്ന ഒരുത്തനും മുന്നോട്ട് വരത്തില്ല. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കരിമ്പിൻ കണ്ടിയും അതുപോലെ മറ്റേ കാസാക്കൂസനും ഇവന്മാരൊന്നും വരത്തില്ല. സംഘപരിവാറിന്റെ അമേദ്യം അമൃതാണെന്നും പറഞ്ഞ് കഴിച്ച ആസനത്തിൽ വാലും ചുരുട്ടിയിരിക്കുകയാണ് ഈ ഊളകൾ. എന്ത് പറയാനാണ്? എന്ത് പ്രാണും പെണ്ണും കെട്ടി ഇങ്ങനെ ജീവിക്കുന്നതിന് നല്ലത് പോയി തീർക്കുന്നതിന് നല്ലത് ഇതൊക്കെ പോയി തൊലഞ്ഞൂടേടാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാൻ അടുത്തൊരു വീഡിയോ കാണാം.